എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം മൈൻക്രാഫ്റ്റ് തന്നെയാണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി കാണും. മനസ്സിലാകാത്തവർക്ക് പറഞ്ഞുതരാം. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനിലുള്ള ഇത് ലൈഫ് ബോട്ടാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ലൈഫ് ബോട്ട് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇതിൽ കുറേ ടൈപ്പ് ഗെയിംസ് ഉണ്ട്. ഉദാഹരണത്തിന് സർവൈവൽ ഹോംസ് ഉണ്ട്, സോംബി അക്വാഡിക് ഉണ്ട്, സ്കൈവാറുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ ഇതിൽ ഇന്ന് കളിക്കാൻ പോകുന്നത് ബെഡ് വാർ എന്ന് പറയുന്ന ഗെയിം അല്ല. നിങ്ങൾ വിചാരിച്ചായിരിക്കും അതിലാണ്, പക്ഷെ അതിലാണ് കൂടുതൽ പ്ലെയേഴ്സ് ഉള്ളത്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ലാവ സർവൈവൽ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇതിൽ PvPയുമാണ്, അല്ലാതെ നമുക്കൊരു ലാവയിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ഗെയിമുമാണ്. ഇന്നത്തെ എൻ്റെ ഗോള് ഒന്നെങ്കിൽ ഒരാളെ തീർക്കണം, അല്ലെങ്കിൽ ജയിക്കണം, ഫസ്റ്റ് പ്രൈസെങ്കിലും കിട്ടണമെന്നാണ്. നോക്കി നോക്കാം. ഞാൻ അങ്ങനെ ഇതിൽ അയ്യോ ഹൗ ടു പ്ലേയിൽ ഞാൻ താത്തു കൊടുത്ത്. എനിക്ക് അറിയാം ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഓക്കെ, സർവൈവലിൽ ജോയിനിങ്ങിനാണ്. മിക്കവാറും താമസിക്കുമായിരിക്കും. നമുക്ക് ഓരോ മാപ്പൊക്കെ അവിടെ ഓട്ട് ചെയ്യാനുണ്ട് ഗൈസ്. കണ്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജംഗിളുണ്ട്, പിന്നെ ബ്രിഡ്ജ് മൗണ്ടൻ ഉണ്ട്. ഇതിൽ ഞാൻ അധികമായിട്ടൊരു എടുക്കണത്, ഞാൻ ഇത് ഇങ്ങനെ മേപ്പൊന്നും നോക്കാറില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് ഈ സാൻഡിൻ്റെ ഒരു ഭയമുണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഓക്കെ നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം PvP യൂണിറ്റ് 2 മിനിറ്റിൽ സ്റ്റാർട്ടാവും ഗൈസ്. അതുവരെ നമുക്ക് ആരെയും PvP ചെയ്ത് കൊല്ലാൻ പറ്റൂല. നമ്മളെ മാക്സിമം നമുക്കിങ്ങനെ ചില ഐറ്റംസൊക്കെ നമ്മളെ കയ്യിൽ കിട്ടും. ചിലപ്പോൾ അയൺ വരെ കിട്ടും. അയൺ കിട്ടിയാൽ നല്ലതാണ് ഗൈസ്. എനിക്ക് ഇതുണ്ടാക്കാം ഗൈസ്, അത് ഷിയേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ലീഫ് ഇത് മുറിച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. ഏതാണ് അതിൻ്റെ പേര് മറന്നല്ല, ലീഫ് മുറിച്ചിട്ട് നമുക്ക് ലീഫ് നമുക്കെടുത്ത് നമുക്കിങ്ങനെ മണ്ടയിലോട്ടൊക്കെ കയറി പോവാം. ഇല്ലേ, ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പിക്കാക്സ് ആണ്. നമുക്കിന്ന് സ്റ്റോണിൻ്റെ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് ഡിഗ് ചെയ്ത് പോവാം. ഓക്കെ ഗൈസ്, ഇനി ഞാൻ കണ്ട കുറച്ച് കോബിൾ സ്റ്റോണേ ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പോഴത്തേക്ക്. കുറച്ച് അല്ലേ വേണ്ട, 3 4 6, ഇനിയൊരു 2 രണ്ടല്ല, ഇനിയൊരു ഓക്കെ ഇത്ര മതി ഗൈസ്. ഇത്ര കോബിൾ സ്റ്റോൺ തൽക്കാലത്തേക്ക് മതി ഗൈസ്. ഇതില്ലേ, സോറി ഗൈസ്, അത് ഒന്ന് ഞാൻ ഇത് ബ്രിഡ്ജ് ചെയ്ത് വന്നതാണ്. ഓക്കെ, 10 കോബിൾ സ്റ്റോൺ തൽക്കാലത്തേക്ക് മതി. നമുക്ക് PvP സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് നമുക്ക് എല്ലാം അങ്ങ് ഉണ്ടാക്കി വെക്കണം. നമ്മൾ ആ സ്റ്റോൺ കൊണ്ട് ഫസ്റ്റത്തെ പിക്കാക്സ്, പിന്നെ ഒരു ഷവല്, അതേപോലെ ഇനിയും കുറച്ച് സ്റ്റിക്ക് നമുക്കൊന്ന് ഉണ്ടാക്കണം. ആ സ്റ്റിക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ ഇനി നമുക്കുണ്ടാക്കണത് എന്തിന് വാളുണ്ടാക്കണം ഗൈസ്. ആരോ എന്നെ അടിക്കാൻ വേണ്ടി വന്നെന്നാണ് തോന്നണത്. ഓക്കെ, വാള്, ഷവല്. ഇനി എന്നെ ആരെങ്കിലും കൊന്നാ ഗൈസ്? ഇല്ല, എന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നോക്കണ്, പക്ഷെ അവർക്ക് പറ്റൂല. അയ്യോ, എന്നെ മൂടി ഗൈസ്, മൂടിയിട്ട് അവൻ എന്തിനു ചെയ്യണ ഗൈസ്? ഡേയ് എന്തറാ നീ ചെയ്യണ? അവൻ ഈ PvP വന്നിട്ട് എന്നെ തീർക്കാനെന്നാണ് അവൻ്റെ വിചാരം. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂല ഗൈസ്. അവൻ്റെ വിചാരം എന്നെ തീർത്ത് അവൻ വലിയ ഏതോ കോടീശ്വരനാവാനെന്നാണ് അവൻ്റെ വിചാരം. PvP വന്നാലേ ഞാൻ നിന്നെ ഇങ്ങനെ അടിച്ച് തീർക്കും കേട്ടാ. നീ ഒരു കൂടുതൽ ഇങ്ങോട്ട് ഇറക്കല്ലേ. ഞാൻ ഇതൊക്കെ കുറേ കണ്ടത് തന്നെ. നമുക്കിന്ന് പോവാം. ഇവിടെ നിന്ന് താഴെ വീണ ഗൈസ്, PvP സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അവൻ എന്നെ PvP അടിച്ച് താഴെ തള്ളിയിടാനാണ് നോക്കാൻ വന്നത്, എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ ഓടണം ഗൈസ്. എനിക്ക് പേടിയാണെന്ന് വെച്ചാൽ എന്നെക്കാളും PvP പ്രോ ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷേ ഓട്ടത്തിൽ തോപ്പിക്കാൻ എന്നെ കഴിഞ്ഞിട്ട് ആൾക്കാരില്ല ഗൈസ്. എനിക്ക് കുറച്ച് ഫുഡൊക്കെ എൻ്റെ കയ്യിലുണ്ട്. 5 സ്റ്റേക്ക് ഉണ്ട്. അത് 5 സ്റ്റേക്കല്ല, 5 സ്റ്റീക്ക് ഉണ്ട്. അതുകൊണ്ട് ഒരുത്ത ഓർഡർ അവനിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അവനിട്ട് 1 ഇടി കൊടുത്തു എന്തിനോ തോന്നുന്നു ഗൈസ്.
അതുകൊണ്ട് അവൻ അങ്ങോട്ട് ഓടറൂ, ഒരുത്തൻ എൻ്റെ പിറകെ ഓടണം ഗൈസ്. പക്ഷേ ഗൈസ് ഞാനും ഹോട്ടലിന് ഞാൻ പ്രോയാണ്. നിങ്ങൾ അയ്യോ ആരോ എന്നെ അടിച്ച് ഒമ്പോ അയ്യോ ഓട് 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 ഓട്. എനിക്ക് തിരിച്ചടിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഞാൻ വേണ്ട എന്നാണ് വിചാരിക്കുന്നത്. തിരിച്ചടിച്ചാൽ കൂടിപ്പോവും ഗൈസ്. അല്ല കൂടൂല, ഞാൻ ചാവും അത്ര തന്നെ ഗൈസ്. അവിടെ എന്തൊരു ഫോട്ടറാണ്, എന്തോ ഒന്ന് കാണുന്നുണ്ട്. എനിക്ക് കുറച്ചധികം സാൻഡിൻ്റെ ആവശ്യമുണ്ട്. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നല്ല, സോറി തെറ്റിപ്പോയി. ഞാൻ ഫസ്റ്റ് ഒരുത്തൻ പറഞ്ഞു ഓട് 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 ഓട്. എൻ്റെ കയ്യിൽ വാളിരിക്കണം, അവൻ കൈ കൊണ്ടാണ് എന്നെ അടിക്കുന്നത്. അവൻ എന്നെ ഇപ്പം തീർക്കും ഗൈസ്. എനിക്ക് ഫുഡ് കഴിച്ച് കുറച്ചും കൂടെ ഹാർട്ട് കൂട്ടാൻ പറ്റി. ഞാൻ ഇത് ചാവല് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഗെയിമാണ് ഇതുവരെ, പക്ഷെ ഞാൻ ജയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഈ കൗനെങ്കിലും എനിക്ക് തീർക്കാൻ പറ്റിയിരുന്നേ ഓക്കെ, ഒരു കൗനെ തീർത്ത്. പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് കിട്ടില്ല. അയ്യോ ഓട് 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 ഓട്. അവൻ എൻ്റെ തീർന്നു ഗൈസ്. എനിക്ക് ഒരു അയൺ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു ശവലെങ്കിലും ഉണ്ടാക്കി കുഴിച്ച് പോവായിരുന്നു. ഓട് 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 ഓട്. എന്നെ എന്നാ കൊല്ലും. അടിക്കല്ലെന്ന് പറഞ്ഞ ആരും കേൾക്കൂല. ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തവനെ. എന്തിറാ നിനക്ക്? ഇവൻ എന്തിന്? ഞാൻ ഒന്നും ചെയ്തിട്ടല്ല. എന്നെ ചുമ്മാ നടന്ന് എൻ്റെ വുഡും അവ എടുത്തോണ്ട് പോയി. ഇനി ഞാൻ എന്തിനാ 3 ഓക്കെ ഇപ്പം തീർത്തു കൊടുക്കാം. എല്ലാണത്തിന് ഇപ്പം തീർത്തു കൊടുക്കാം. ചുമ്മാ ഇരിക്കണ എൻ്റെ ഉള്ളിലെ പ്രോയിനെ അവൻ ഉണർത്തി ഗൈസ്. ഒരു ടോർച്ച്, ഈ ടോർച്ചൊക്കെ എന്തിന് താഴെ ടോർച്ച് എടുത്ത് തന്നിരിക്കുന്നു ഗൈസ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് എൻ്റെ മണ്ടയിലേ അവനൊക്കെ പോണ് ഗൈസ്. അയണും എല്ലാം കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ഗൈസ്. എൻ്റെ ഗെയിം വീണ്ടും ലാഗ് ആവുന്നോ എന്നെനിക്ക് ഡൗട്ടില്ലാതെ ഇല്ല. ഇപ്പം ജസ്റ്റ് PvP ആണ് നടക്കുന്നത്. ഞാൻ ഈ ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞിട്ട് നിർത്താൻ പോണു ഗൈസ്. എനിക്ക് കൂടപ്പോ ഗൈസ്. ഇതെന്തൊരു ഗൈസ്, പറഞ്ഞ് നിൽക്കാൻ പോലും സമയം തരില്ല ഗൈസ്. എനിക്ക് ഓടാൻ പറ്റില്ല. ഞാൻ ഇനി ഓടാൻ സമയം തരില്ല. ഇപ്പം എന്തോരോ ലാവ വരുമെന്നാണ് തോന്നണത്. ഞാൻ നേരെ പോയി ഒരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കിയിട്ട് എനിക്ക് ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കണതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി നേരെ പോയിട്ട് അവിടെ ആരും ഉണ്ട് ഗൈസ്. ഇവൻ എനിക്ക് തട്ടിയിരുന്നെങ്കിൽ അവൻ്റെ സാധനം എനിക്ക് കിട്ടും. ഓടോടോടോട് ഓടോടോട്. അവനെനിക്ക് തട്ടാൻ പറ്റും. അവനെനിക്ക് തട്ടാൻ പറ്റും. പറ്റൂല. ഓട്. എനിക്ക് ഗൈസ് നില്ല ഗൈസ്. അവൻ ഓടുന്നുണ്ട് ഗൈസ്. പറ്റുന്നില്ല. അല്ലേ വേണ്ട, സമയമില്ല. ഞാൻ ഓർഡർ വാളും കൊണ്ടുവരണേ. എൻ്റെ മോനെ എന്നെ കൊല്ലല്ലേ ഗൈസ്. അവിടെ ആരോ ഫുൾ അയൺ ആർമറും ആയിട്ട് നിൽക്കണ്. അവനെ തട്ട എനിക്ക് പറ്റൂല. എന്നാലും പറ്റൂല ഗൈസ്. ഞാൻ മിക്കവാറും ഈ റൗണ്ടിൽ തോറ്റ് ഗൈസ്. എന്നാലും കുറച്ച് വുഡ് നമുക്കിവിടെ നിന്ന് എടുക്കാം. ഇനി നമുക്ക് എന്തൊരു ലാവ ലെവൽ എന്തോ ഉണ്ട് ഗൈസ്. 59 എന്തോരാണ് ലാവ ലെവൽ. അയ്യോ ലാവ വന്ന് ഗൈസ്. വന്ന് എവിടെ ലാവ വന്നാ ഗൈസ്? വന്നെന്നാണ് തോന്നണത്. പെട്ടെന്നാവട്ട്. കുറച്ച് ബ്രെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എടേ എന്നെ ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്തൊരു തെറ്റ് ചെയ്താ? ഒരു കാര്യം ചെയ്യാം ഗൈസ്. പെട്ടെന്ന് കുറച്ച് വുഡും കൂടെ ഉണ്ട്. ഞാൻ ഒന്ന് 2 വുഡ് ഞാൻ ഇവിടെ നിന്ന് 3 വുഡ് ആവട്ടെ. 3 വുഡ് എന്തോ ഞാൻ ഇവിടെ നിന്ന് കളക്കി. ഈ മരത്തിൻ്റെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം ഗൈസ്. ഷിഫ്റ്റ് നെക്കിക്കൊണ്ട് ചെയ്താൽ നമ്മളെ നെയിം ടാഗ് ആരും അറിയൂല. അതാകുമ്പോൾ ആരും വന്ന് നമ്മളെ കൊല്ലൊന്നും ചെയ്യൂല. അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. ഇനി ഞാൻ കുറച്ച് സ്റ്റിക്കും കൂടെ ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ബെഞ്ച് എടുത്ത് ഇവിടെ വെച്ച് 30 സെക്കൻഡിൽ എന്തൊരു ലാവ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് വന്ന് ഗൈസ്. അല്ലേ വേണ്ട, ആക്സും അല്ല, നമുക്ക് ഹാക്സ് ഉണ്ടാക്കട്ടെ ഗൈസ്. അതാകുമ്പം പെട്ടെന്ന് മരമൊക്കെ നമുക്ക് പെട്ടെന്ന് മുറിക്കാം ഗൈസ്. മരം മുറിച്ചാൽ നമുക്ക് പ്ലാങ്ക് കിട്ടും. ആ പ്ലാങ്ക് വെച്ചിട്ട് നമുക്ക് മണ്ടേ കയറി പോവാം.
ഓക്കെ, ഒരു അയണും കൂടെ ആരെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനായേനെ ഗൈസ്. ലാസ്റ്റ് ഒരു അയൺ ആരെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഗൈസ്. പ്ലീസ് പ്ലീസ് പ്ലീസ്, വൺ മോർ ഗൈസ്, വൺ മോർ. ഓക്കെ, ഒരു ഷീപ്പൊക്കെ പോണ് ഗൈസ്. എൻ്റെ ഗെയിം ലാഗാവുന്നുണ്ട്, അത് നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. അത് കുഴപ്പമില്ല, ഞാൻ കുറച്ചും കൂടെ പ്ലാങ്ക് ഉണ്ടാക്കി ഒന്ന് മണ്ടേ കയറി പോവാൻ. ഇനി ലാവ ഏതുവരെ എത്തി നോക്കട്ടെ ഗൈസ്. 70. ലാവ എത്തി. ലാവ നല്ല മണ്ടയിലോട്ട് എത്തി. നമുക്ക് കുറച്ചും കൂടെ ട്രീ വെട്ടണമായിരുന്നു. വേണ്ട, കുറച്ച് മണ്ടയിലോട്ട് പോവാം നമുക്ക്. ഷിഷിഷ് ഗൈസ്, ലാഗാവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മണ്ടയിലോട്ട് പോവാൻ ഇത്തിരി പാടാണ്. നമുക്ക് ഇനിയും ഞാൻ മണ്ടയിലോട്ട് പോകുന്നുണ്ട്. ആരോ എന്നെ തള്ളിയിട്ട് ഓട്. ആരോ എന്നെ തള്ളിയിട്ട് ഓടറേ. ചത്ത് ഗൈസ്. ഗൈസ്, നമ്മൾ വേണ്ട സെപ്പറേറ്റർ മോഡായിട്ടുണ്ട്. ഇനി വലിയ കാര്യമൊന്നുമില്ല, ഇവന്മാർ കളിക്കണേ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി അടുത്ത ലൈഫ് ബോട്ടിൻ്റെ വേറൊരു സീരീസുമായി വീണ്ടും വരാം. ടാറ്റാ.